ഹായ് ഫ്രണ്ട്സ്, പ്രൈം ഫെസ്റ്റിവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള റംബൂട്ടാൻ, അതിനെക്കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിച്ചെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശേഷം കാഴ്ചകളിലേക്ക് പോയാലോ? പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. മലേഷ്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും തെക്കു കിഴക്ക് ഏഷ്യയിലും മറ്റും കണ്ടുവരുന്ന ഒരു ഫലമാണ് റംബൂട്ടാൻ. ലിച്ചി, ലോങ്ങൻ എന്നിവയോട് സാദൃശ്യമുള്ളതാണ് ഈ ഫലം. മലായ് ദ്വീപ സമൂഹങ്ങൾ ജന്മദേശമായ ഈ ഫലത്തിന് രോമനിബിഡം എന്നർത്ഥം വരുന്ന റംബൂട്ട് എന്ന മലായ് വാക്കിൽ നിന്നാണ് പേര് ലഭിച്ചത്. റംബൂട്ടാന്റെ പുറന്തോടിൽ സമൃദ്ധമായ നാരുകൾ കാണപ്പെടുന്നതാണ് കാരണം. കേരളത്തിലും ഇത് നന്നായി വളരുകയും കായ്ഫലം തരികയും ചെയ്യുന്നുണ്ട്. 7 വർഷം പ്രായമായ മരങ്ങളാണ് സാധാരണഗതിയിൽ കായ്ഫലം നൽകി തുടങ്ങുന്നത്. സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമാണ്. ഔഷധമായും ഈ റംബൂട്ടാൻ പഴം ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള റംബൂട്ടനാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വഴിയിൽ വെച്ച് വാങ്ങുന്ന പോലത്തെ ഒന്നുമല്ല, ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വരിക്ക ഇനത്തിൽപ്പെട്ടതാണ്. വരിക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിങ്ങനെ കുരുവിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. വിത്ത് വഴിയും വായുവിൽ പതിവച്ചും ഗ്രാഫ്റ്റ് മുകുളനം വഴിയും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പോൾ ഇവയുടെ സവിശേഷതകളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം തായ്ലൻഡ് ആണെന്ന് പറയുന്നു. ചുവപ്പ്, കടും മഞ്ഞ, മഞ്ഞ എന്നീ നിറങ്ങളിൽ പഴങ്ങൾ കാണപ്പെടുന്ന ഇനങ്ങൾ റംബൂട്ടാനിലുണ്ട്. ഇപ്പോൾ ഇതിൽ നിറച്ച് മീറിൻ്റെ കൂടുകൾ കാണാനായിട്ട് സാധിക്കുന്നു. കൂടാതെ ജാതി മരത്തെ പോലെ ആൺമരങ്ങളും പെൺമരങ്ങളും വെവ്വേറെ കാണപ്പെടുന്ന സസ്യമാണെങ്കിലും വളരെ അപൂർവമായി 2 പൂക്കളും ഒരു മരത്തിൽ തന്നെ കാണപ്പെടുന്ന ഇനങ്ങളുമുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്യാവുന്ന ഒരു ഫലവൃക്ഷം കൂടിയാണിത്. ഇതിന്റെ സൈസ് തന്നെ കണ്ടോ, എന്ത് ടേസ്റ്റ് ആണെന്ന്. 100 ഗ്രാം റംബൂട്ടനിൽ 40 മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. റംബൂട്ടാൻ സ്ഥിരമായി കഴിച്ചാൽ പനി, ജലദോഷം എന്നിവ വരാതെ തടയാം. ചർമ്മ സൗന്ദര്യം സംരക്ഷിക്കാനും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നു. കോപ്പർ അടങ്ങിയ പഴമാണ് റംബൂട്ടാൻ. എല്ലുകളുടെ ആരോഗ്യത്തിനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അനീമിയയും മുടി കൊഴിച്ചിലും തടയാനുമൊക്കെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. റംബൂട്ടാൻ പഴം പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. ജ്യൂസായോ സാലഡിൽ ഉൾപ്പെടുത്തിയോ ഇത് കഴിക്കാവുന്നതാണ്. ഇവ കൃഷി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1800 മുതൽ 2000 അടി വരെ ഉയരത്തിലാണ്. നീർവാഴ്ചയും ജൈവാംശവുമുള്ള മണ്ണിൽ കൃഷി ചെയ്യാവുന്നതാണ്. ജൂൺ മുതൽ നവംബർ വരെയുള്ള മഴക്കാലമാണ് റംബൂട്ടാൻ കൃഷി ചെയ്യാൻ പറ്റിയ സമയം. കൃഷിസ്ഥലത്തിന് അല്പം ചരിവുള്ളതാണ് കൃഷിക്ക് ഏറ്റവും നല്ല സ്ഥലം. 3 അടി നീളത്തിലും വീതിയിലും താഴ്ചയിലുമുള്ള കുഴികളിൽ 15 മുതൽ 20 അടി വരെ അകലത്തിൽ റംബൂട്ടാൻ കൃഷി ചെയ്യാവുന്നതാണ്. കുഴികളിൽ 3/4 ഭാഗത്തോളം മേൽമണ്ണ്, ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ, റോക്ക് ഫോസ്ഫേറ്റ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കൊണ്ട് നിറച്ച കുഴികൾ നിറച്ച് റംബൂട്ടാൻ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇവയുടെ വളർച്ച 2-3 വർഷമാകുന്നതുവരെ ഭാഗികമായി തണൽ ആവശ്യമുള്ള ഒരു സസ്യമാണ്. തണലിനായി ഇതിൻ്റെ ഇടവിളകളായി വാഴ കൃഷി ചെയ്യാവുന്നതാണ്.
മൂന്നാം വർഷം മുതൽ നല്ല രീതിയിൽ സൂര്യപ്രകാശവും ഈ ചെടികൾക്ക് ആവശ്യമാണ്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന മരങ്ങൾ നല്ല രീതിയിൽ കായ്ഫലവും നൽകുന്നു. തണലിനെ കൂടാതെ വളർച്ചയുടെ ആദ്യകാലങ്ങളിൽ നല്ല രീതിയിൽ വളപ്രയോഗവും ജലസേചനവും വേണ്ടുന്ന ഒരു സസ്യമാണിത്. തൈകളിൽ ആദ്യത്തെ ഇലകൾ പച്ചനിറമാകുന്നതോടെ ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്കോ വേപ്പിൻ പിണ്ണാക്കോ തുല്യ അളവിൽ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന ജൈവ വളക്കൂട്ട്, ജീവാണുവളം, അസോസ്പൈറിലം അല്ലെങ്കിൽ ബയോ പൊട്ടാഷ് എന്നിവയും വളമായി നൽകാവുന്നതാണ്. ചെടിക്ക് 1 വർഷം പ്രായമാകുമ്പോൾ ജൈവ വളക്കൂട്ട് 4 തവണയും ജീവാണുവളങ്ങൾ 2 തവണയും മറ്റുള്ള വളങ്ങൾ 2 തവണയും നൽകാവുന്നതാണ്. 2ാം വർഷത്തിലും 3ാം വർഷത്തിലും ഇതേ രീതിയിൽ തന്നെ വളപ്രയോഗം നടത്താവുന്നതാണ്. ഇന്ന് ഒരു റംബൂട്ടാൻ മരമെങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമാണ്. നമുക്കും നട്ടുവളർത്താം ഒരു റംബൂട്ടാൻ മരം. കൂടുതൽ പരിചരണം വേണ്ടാത്ത റംബൂട്ടാൻ മരം നട്ട് വിഷരഹിതമായ റംബൂട്ടാൻ നമുക്കും കഴിക്കാം.